ശ്യാമയുടെ ശബ്ദത്തിൽ വിസ്മയയാണ് പാടി അഭിനയിക്കുന്നത് അറിഞ്ഞ അഖിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോൾ അരുന്ധതി വിസ്മയയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ശ്യാമയെ അഖിലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എൻ്റെ മകളെ ആനന്ദനിലയത്തിൽ മരുമകളാക്കണം, അഖിലിൻ്റെ ഭാര്യയാക്കണം എന്നൊക്കെ മനക്കോട്ട കെട്ടാണ് അരുന്ധതി. ആദ്യം അഖിൽ വിസ്മയോട് സ്നേഹത്തോടെ പറയാണ്, വിസ്മയ എനിക്ക് വേണ്ടി ഒരു 2 വരി പാട്ടൊന്ന് പാടാൻ. അപ്പോൾ വിസ്മയ ഒഴിഞ്ഞു മാറുന്നുണ്ട്. വിസ്മയയെ കുറേ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വിസ്മയ പാടാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അഖിൽ വിസ്മയോടും അരുന്ധതിയോടും പറയാണ്, ഓഫീസിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് നിർബന്ധമായും വിസ്മയുടെ പാട്ട് വേണം. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ വിസ്മയവും അരുന്ധതിയും അത് സമ്മതിക്കാണ്. അഖിൽ ഓരോ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇനി പാട്ട് പാടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കാണ് വിസ്മയവും അരുന്ധതിയും. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ശ്യാമയെ ഭീഷണിപ്പെടുത്തി തന്നെ ഇവിടേക്ക് വരുത്തിക്കാമെന്ന്. അങ്ങനെ ശ്യാമയെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അരുന്ധതി. ഒടുവിൽ വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് ശ്യാമ അഖിലിനോട് പറയാണ്, ഞാനും വരുന്നുണ്ട് സാറിൻ്റെ ഓഫീസിലെ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ അഖിൽ പറയാണ് ശ്യാമയോട് വരാൻ വേണ്ടി. ശേഷം വിസ്മയക്ക് പാടാൻ വേണ്ടി ഒരു സ്റ്റേജൊക്കെ ഒരുക്കാണ് അഖിൽ. അങ്ങനെ വിസ്മയ പാടുന്ന സമയമാകുമ്പോൾ ശ്യാമ അവിടെ നിന്ന് മാറി ഗ്രീൻ റൂമിലേക്ക് പോവാണ്. ഇത് കണ്ട് അഖിലും ശ്യാമയുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ശ്യാമ അവിടെ നിന്ന് മൈക്കിൻ്റെ മുന്നിൽ വെച്ച് പാടാണ്. ആ സമയത്ത് അഖിൽ അത് വീഡിയോ എടുക്കുന്നുണ്ട്. ശേഷം ശ്യാമ കാണാതെ അഖിൽ അവിടെ നിന്ന് പോവാണ്. അഖിൽ അറിയാത്ത എന്തൊക്കെയോ ഒരു രഹസ്യം ഇതിന് പിന്നിൽ ഉണ്ടെന്ന് അഖിൽ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്